ഇന്നൊരു ദിവസം ലീവ് കിട്ടി കഴിഞ്ഞപ്പോൾ രണ്ട് മഞ്ഞക്കൂരി ഇന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പാടുപെട്ടുകൊണ്ടിരിക്കണേ. നല്ല വലിയ കരി നോക്കി പിടിച്ചുകൊണ്ടിരിക്കണേ കാണാൻ. ആള് ചൂണ്ട സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ടൊരു ഗ്യാപ്പ് കണ്ടുപിടിച്ചതാണ്. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ ആളിൻ്റെ അകത്ത് ഇരിക്കണ പുള്ളിയല്ലേ. സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിച്ചു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? നമ്മൾ പാമ്പിനെ കാണാൻ വന്ന ഗ്യാപ്പിൽ ഇവിടെ വേറൊരു മഞ്ഞക്കൂരി അടിച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞക്കൂരി തന്നെ ആവാനാണ് ചാൻസ് ഉള്ളൂ. നമുക്ക് പോയി നോക്കാം. എല്ലാവരും ഒരു അവധി ദിവസം കിട്ടിയത് വളരെ എൻജോയ്മെൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്നതായിരുന്നു കേട്ടോ. വൈകിട്ട് 6:30 വഞ്ചി പറഞ്ഞ് വെള്ളത്തിൽ പോയി. ഞങ്ങൾ രാത്രി 10:30 ആയപ്പോഴാണ് കയറി വന്നെ. 4 മണിക്കൂർ 4.5 മണിക്കൂർ വെള്ളത്തിൽ തന്നെയായിരുന്നു സർവൈവ് ചെയ്തത്. ഹായ്, നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ ഇല്ലേ നമ്മൾ മീൻ പിടിക്കാൻ പോയത്? ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒഴുക്കത്ത് നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല, ഇങ്ങനെ ഇരിക്കേണ്ട ആളാണ്. കാരണം ഈ ചൂണ്ടകളിലെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ വെള്ളം കുറവായിരുന്നു. നമ്മൾ നടന്നാണ് പോയ സൈഡിൽ കൂടെ തന്നെ. അപ്പോൾ പിന്നെ മഴ പെയ്ത് ഷട്ടറൊക്കെ പൊക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നടന്നു പോയ വഴി ഇല്ലാണ്ടായി പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആണ് നമുക്ക് വഞ്ചി എടുക്കേണ്ട വന്നത്. ഈ വഞ്ചി എടുത്ത് ബാക്കി കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടുകാരും നമ്മുടെ സാധനങ്ങളും ചൂണ്ടകളും എല്ലാം നമ്മൾ അക്കരയ്ക്ക് എത്തിച്ചിട്ട് തിരിച്ച് ലാസ്റ്റ് ഞാനും വേറൊരു പയ്യനും കൂടി തിരിച്ച് അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ഈ വഞ്ചി മറയാണ്. വഞ്ചി മറിഞ്ഞ് അപ്പോഴൊന്നും പേടിച്ചൊന്നുമില്ല. കാര്യം അപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു വഞ്ചി മറിഞ്ഞ് കഴിഞ്ഞാൽ വഞ്ചി തന്നെ പിടിച്ച് കിടക്കണം, നൈസായിട്ട് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ വഞ്ചി മറയുമ്പോൾ വൈകുന്നേരം 6:30 ആയിരുന്നു. 6:30 മറിഞ്ഞു. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ കൂട്ടുകാർ ബൈക്കിലായിട്ട് അപ്പുറം കരയിലൊക്കെ നിൽക്കണം, നമ്മുടെ പുറകെ ഓടി വന്നു കാണും. പക്ഷെ അവർക്കും വെള്ളത്തിലിറങ്ങാൻ പറ്റില്ലല്ലോ, ഭയങ്കര ഒഴുക്കാണ്, അത്രയ്ക്കും വെള്ളമായിരുന്നു. എന്നിട്ട് നമ്മൾ ഒഴുക്കിൻ്റെ പുറകെ പോവാണ്. അപ്പോൾ വഞ്ചിയിൽ പിടിക്കും ഈ വഞ്ചി ഇങ്ങനെ ഇങ്ങോട്ട് മറയും. പിന്നെ നമ്മൾ മുങ്ങിപ്പോവും, പിന്നെയും പൊങ്ങി വരും, പൊങ്ങി വന്ന് പിന്നെയും വഞ്ചിയിൽ പിടിക്കും. പിന്നെ ഇതുപോലെ ഈ വഞ്ചി പിന്നെ ഇങ്ങനെ മറിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പിന്നെയും താഴേക്ക് പോകും. 3-4 പ്രാവശ്യം കഴിയുമ്പോഴത്തേക്കും ഞാൻ തീർന്നു. ഒട്ടും വയ്യാണ്ടായെന്ന് പറഞ്ഞാൽ ഒന്നാമതേക്ക് ശ്വാസം കിട്ടണില്ല, നല്ല ഒഴുക്കും. അത് കഴിഞ്ഞിട്ട് പൊങ്ങി ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ പറഞ്ഞു, അവൻ്റെ പേര് അഖിലെന്നാട്ടോ, അവൻ്റെയൊക്കെയായിരുന്നു വഞ്ചി. കൂടെ ഉണ്ടായിരുന്ന പയ്യൻ പറഞ്ഞു, ചേട്ടാ കുത്തിലേക്കാണ് പോകണം. കുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറേ പാറയുടെ ഇടയിൽ കൂടെ വെള്ളം കുത്തി ഒലിച്ച് ഭയങ്കര സ്പീഡിൽ അടിച്ച് കളിക്കി പോണ സ്ഥലമാണ്. കുത്തിലേക്കാണ് പോകണമെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ പേടിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത്രയും വെള്ളത്തിൽ കുത്തിലേക്കും കൂടി പോയി കഴിഞ്ഞാൽ എന്തായാലും കയറി വരാൻ പറ്റില്ല എന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ അത്രയൊന്നും ആലോചിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ മുഖമൊക്കെ ഒന്ന് മിന്നി വാങ്ങി അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്കും നമ്മൾ നേരെ കുത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുമ്പോഴും കയ്യിൽ വഞ്ചി ഉണ്ടായിരുന്നു. അവൻ തൊട്ടപ്പുറം ഉണ്ടായിരുന്നു. ഞാനും ഇങ്ങനെ പോയി കുത്തിലേക്ക് കയറി വലിച്ച് കഴിഞ്ഞപ്പോൾ നേരെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വണ്ടർലൊരു സാധനമല്ലേ, ഇങ്ങനെ എടുത്ത് കറക്കി മറിച്ച് ഇങ്ങനെ വന്ന സാധനം, ആ ഒരു ഫീലായിരുന്നു. പക്ഷെ അത് വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു മാത്രം. എന്നിട്ട് അടിയിലേക്ക് ചെന്ന് ഞാൻ പൊങ്ങി വരാൻ കുറച്ച് താമസിക്കുമ്പോൾ മറ്റവൻ ഒന്ന് വല്ലാണ്ട് അങ്ങ് പേടിച്ച്. ഞാൻ പൊങ്ങി വരുമ്പോൾ അവൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഞാൻ പൊങ്ങിയാടെ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ തുരുത്തുണ്ട്, തുരുത്ത് കയറി പിടിക്കാം എന്നൊരു ഇതിൽ നിന്നു. അപ്പോഴത്തേക്കും കൈയും കാലൊക്കെ കൊച്ചി പിടിച്ച് ആകെ ഞാനൊരു 90% ഫുൾ ഡൗൺ ആയിരുന്നു. ശ്വാസം കിട്ടണില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറേ നാളായി നീന്തിയിട്ടൊക്കെ. അപ്പോൾ അവന് കുറച്ച് ഒരു കമ്പിൽ പിടുത്തം കിട്ടി, അവനവിടെ കയറി. എൻ്റെ ഒരു വഞ്ചിയും കൂടെ ഉള്ള കാരണം ഞാൻ താഴെ വേറെ തുരുത്തി ചെന്ന് കയറി. അപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കൈക്ക് മരത്തിലും പിടിച്ച് ഒരു കൈക്ക് വഞ്ചിയിലും പിടിച്ചാണ് നിൽക്കണത്. വഞ്ചി കളയാറുന്ന സംസ്കാരം പറഞ്ഞു. പക്ഷേ പിള്ളേർ എല്ലാവരും കൂടി പിരിവിട്ട് ഇപ്പോൾ മേടിച്ച വഞ്ചി ആയതുകൊണ്ട് നമ്മളത് വഞ്ചിയും കളഞ്ഞില്ല, അവിടെ കെട്ടിയിടാനുള്ള സെറ്റപ്പ് നോക്കി കെട്ടിയൊക്കെ കിട്ടും. അപ്പോഴത്തേക്കും കൂടെ കരയിലുണ്ടായിരുന്നവന്മാർ നേരെ ഭൂത്താങ്ങര ഡാമിലേക്ക് പോയി. ഡാം അടയ്ക്കാൻ പറഞ്ഞ് ഡാം അടച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം കുറഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് നിലത്ത് നിൽക്കാൻ പറ്റുന്ന സെറ്റപ്പായി. അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നാക്കൊക്കെ കുഴഞ്ഞിട്ട് രക്ഷ ഉണ്ടായിരുന്നു. നാക്ക് കുഴയണു, കൈയും കാലൊക്കെ കൊച്ചി പിടിച്ചിട്ടിരിക്കുന്നു.
ആകെ ഒരു അവസ്ഥയായിരുന്നു. അവിടെ നിന്ന് അവർ നമ്മൾ കട്ടടിച്ച് കാണിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ അവിടെ നിന്ന് കൂവുണ്ട്, നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് കൂവുണ്ട്, പക്ഷേ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ദൂരമാണല്ലോ കരയിൽ നിന്ന് ഇങ്ങോട്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സെൻറ്ററിൻ്റെ അപ്പുറത്താണ് പോയി കയറിയത്. അതിൻ്റെ ഇടയ്ക്ക് അക്കരയിൽ നിന്ന് ആന മരം ഓടിക്കുന്ന ശബ്ദങ്ങൾ, ആന ഇറങ്ങി വരുമെന്നുള്ള ടെൻഷൻ. അങ്ങനെ സത്യം പറഞ്ഞാൽ മരണം മുഖത്തോട് മുഖം നമ്മളിങ്ങനെ കാണൂലേ. അതായത് മരണമാണ് അവിടെ നിന്ന് അറിഞ്ഞിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനുണ്ട്. ആ സിറ്റുവേഷനിൽ കൂടെയാണ് അന്നേരം കടന്നു പോയത്. സത്യം പറഞ്ഞാൽ അതൊരു വല്ലാത്ത സിറ്റുവേഷൻ തന്നെയാണ്. അനുഭവിച്ചറിയണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇത് എന്തോ ഭാഗ്യത്തിനാണ് ഞാനിപ്പോൾ തിരിച്ചു വന്നത് ഈ വീഡിയോയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കണം. എന്തായാലും എനിക്കൊണ്ട് പ്രാർത്ഥിച്ചവർക്കൊക്കെ നന്ദി പറയാം. അല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. ദൈവങ്ങളോട് നന്ദി. ഇനി ജീവനുണ്ടെങ്കിൽ വഞ്ചി കയറില്ല എന്നൊരു പ്രതിജ്ഞ. അല്ലാണ്ട് അതെല്ലാം കോമഡി. നമ്മൾ അങ്ങനെ ഇനി ഞാനെൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും, ഇനി വഞ്ചി കയറി ചത്താലും കയറില്ല അമ്മാതിരി ഇതാണ്. ഇനി സത്യം പറഞ്ഞാൽ വഞ്ചി കയറാനും പേടിയുള്ള ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് രക്ഷിക്കാൻ വേണ്ടി വന്നത് ഒരു വഞ്ചിയാണ്. ഈശ്വര, വീണ്ടും വഞ്ചിയോ എന്നുള്ള ചോദ്യമില്ല. അതുപോലെ ഷൈൻ ചേട്ടനാട്ടോ വന്നത്. ഷൈൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് വഞ്ചി കൊണ്ട് വന്ന. ആ തിരക്കിലും ആ ചേട്ടൻ വന്നു. ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ ഭയങ്കര കെയർ ചെയ്താൽ കൊണ്ടുപോയി. മീൻസ് എന്താ പറയുക, മസിൽ പിടിക്കുകയാണെങ്കിൽ പറയണം, നോക്കി നടക്കണം, എന്താ പറയുക, തെന്നലുണ്ട്, വിരൽ സൂക്ഷിച്ച് ചവിടണം, അങ്ങനെ കാല് പൊക്കി വെച്ച് ചവിടണം. ഭയങ്കര കെയർ ചെയ്ത് നമ്മളെ അവിടം വരെ കൊണ്ടുവന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു, ഫോറസ്റ്റുകാരുണ്ടായിരുന്നു, പോലീസുകാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മഴക്കാലമാണ്, നല്ല മഴയാണ്, നല്ല വെള്ളമാണ്, നമ്മൾ വിചാരിക്കുന്ന കൂട്ടൊന്നുമല്ല. അപ്പോൾ നിങ്ങളാണെങ്കിലും ചൂണ്ടിടാൻ പോകുന്നവരൊക്കെ സൂക്ഷിച്ച് സേഫായിട്ട് പോവുക. ഇപ്പോൾ ഞാൻ 2 ദിവസം റെസ്റ്റാണ്, വീട്ടിൽ തന്നെയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, കുറേ നാളായിട്ട് മേലാനി കഴിഞ്ഞപ്പോൾ ഫുൾ ബോഡി മസിലൊക്കെ ടൈറ്റായിട്ടിരിക്കുക. അപ്പോൾ ഫുൾ പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വേറെ എങ്ങും ഇടിക്കുകയൊന്നും ചെയ്തില്ല. കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ നാട്ടുകാർക്കും എല്ലാവർക്കും അത്ഭുതമായിരുന്നു. മീൻസ് ഇത്രയും വെള്ളത്തിൽ പോയിട്ടും കയറി വന്നല്ലോ എന്നുള്ളൊരു തൊഴിലായിരുന്നു. ഞങ്ങൾ വിചാരിച്ച ഒരു വഴക്ക് പറയുന്നതൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ എന്തോ ഒരു വഴക്കൊന്നും പറഞ്ഞില്ല. മക്കളെ ജീവനോടെ കിട്ടിയല്ലോ ഭാഗ്യം എന്നുള്ള രീതിയിലാണ് അവരെല്ലാവരും സംസാരിച്ചത്. എന്താ പറയുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ വെള്ളത്തിൽ പോയി അവിടെ പോയി ഇവിടെ പോയി കാണാനില്ല, വെള്ളത്തിൽ ചൂണ്ടിടാൻ പോയ ആളെ കാണാനില്ല, അങ്ങനെ മൊത്തം നെഗറ്റീവ് വീഡിയോസ് തന്നെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് മൊത്തം. അപ്പോൾ അനുഭവം കൊണ്ട് പറയാണ്, എല്ലാവരും സേഫായിട്ട് പോവുക, സേഫായിട്ട് വരിക. വീണ്ടും കാണാം. ബൈ. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.